ഹലോ വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്ന എൻ്റെ പേര് ദീപ്തി ദിലീപ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയധികം ക്ലീനിങ് ടിപ്സും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ഐഡിയാസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കുറച്ച് ഐഡിയാസൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, പക്ഷേ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അതെന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ ടിപ്പ് വെള്ളിക്കൊലുസ് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ പാത്തുവിൻ്റെ കൊലുസ് സ്ഥിരമായിട്ട് ക്ലീൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പം നല്ല റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴത്തെ ആ ഒരു അതേ കളറോട് കൂടി നമുക്കിത് ചെളിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് ഒരു ടൂത്ത് പേസ്റ്റും അതുപോലെ തന്നെ ടൂത്ത് ബ്രഷുമാണ്. അപ്പോൾ ബ്രഷ് ഒരു പഴയ ബ്രഷ് എടുക്കുക, എന്നിട്ട് അതിലേക്ക് കുറച്ച് പേസ്റ്റ് നമ്മൾ തേച്ച് കൊടുത്തിട്ട് ഈ ഒരു കൊലുസിലേക്ക് ആ ഒരു പേസ്റ്റ് ഫുള്ളായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. കൊലുസിൻ്റെ എല്ലാ ഭാഗത്തും പേസ്റ്റ് തേച്ച് പിടിപ്പിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ പേസ്റ്റ് ഏതെടുത്താലും കുഴപ്പമില്ല, ബ്രഷ് ആണെങ്കിലും പഴയ ഒരു ബ്രഷ് യൂസ് ചെയ്താൽ മതിയാകും. അങ്ങനെ രണ്ട് കൊലുസിലേക്കും നമ്മൾ പേസ്റ്റ് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ആ ഒരു കൊലുസ് മുങ്ങിക്കിടക്കാനായിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ 15 മിനിറ്റിന് ശേഷമാണ് നമ്മൾ ഇതിനിപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതേ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ ഒരു കൊലുസൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോകണം. അതിപ്പോൾ വെള്ളത്തിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ അതിൻ്റെ കളറിന് നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഉരച്ച് കഴുകണം. ഈ കൊലുസിൻ്റെ ഉള്ളിലൊക്കെ പേസ്റ്റ് കയറി ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാനായിട്ടും അതുപോലെ ചെളിയൊക്കെ ഒന്ന് പോകാനായിട്ടും നന്നായിട്ടൊന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് ഉരച്ച് കഴുകണം കേട്ടോ, രണ്ട് കൊലുസും. അങ്ങനെ രണ്ട് കൊലുസും നന്നായിട്ട് ഉരച്ച് കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിൽ നല്ലപോലെ വാഷ് ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കൊലുസിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കൊലുസ് നമ്മൾ ഡ്രൈ ആയിട്ടുള്ളൊരു തുണിയിൽ വെച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് അതിലെ വെള്ളമൊക്കെ ഒന്ന് മാറാനായിട്ട് തുടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിലെ വെള്ളമയം എല്ലാം പോയി കഴിയുമ്പോഴത്തേക്കും കൊലുസ് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച അതേ ആ ഒരു കളറിൽ ചെളിയൊക്കെ പോയി നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ടിപ്പ് പരീക്ഷിച്ച് നോക്കണം. എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു ടിപ്പാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് ഡസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പം നമ്മൾ ഉപയോഗിക്കില്ലാത്ത പഴയ സോക്സ് ഉണ്ടെങ്കിൽ ആ സോക്സ് നമ്മൾ കയ്യിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഡസ്റ്റിങ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഡസ്റ്റിങ് ചെയ്യുമ്പം ചില പോർഷനിലൊക്കെ നമുക്ക് സൈഡിലൊന്നും വൃത്തിയായിട്ട് കിട്ടാറില്ല. അപ്പം നമ്മുടെ ഈ കൈ വിരലുകൾ കൊണ്ട് തന്നെ നമുക്ക് സൈഡിൽ കൂടെയൊക്കെ ഒന്ന് ഇങ്ങനെയൊന്ന് ഓടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് പൊടിയൊക്കെ പോയി നല്ല വൃത്തിയായിട്ട് കിട്ടും. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ക്ലീനിങ് സൊല്യൂഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താലും മതിയാകും. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്, നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോളൂ. ഇനി അടുത്തതെന്ന് പറയുന്നത് മിറർ ക്ലീനിങ് ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടിപ്പ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ എല്ലാവരും ചെയ്യുന്നതായിരിക്കും. കോളിൻ സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ മിററൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് വരും, അതിലെ പാടുകളൊക്കെ പോയിട്ടുണ്ടാവും. അതുപോലെ അടുത്ത ഒരു ടിപ്പ് എന്ന് പറയുന്നത് ബേബി വൈപ്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് മിറർ ഒന്ന് ജസ്റ്റ് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ മിററിലെ ആ ഒരു വെള്ളപ്പാടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു 2 ടിപ്പും വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് അതേ ടിപ്പ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ അടുത്ത ടിപ്പും നമ്മുടെ ബേബി വൈപ്സ് വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. നമ്മുടെ സ്വിച്ച് ബോർഡിലൊക്കെ കണ്ടമാനം ഇങ്ങനെ അഴുക്കുണ്ടാവും, നമ്മൾ കൈകൊണ്ട് എപ്പോഴും തൊടുകയും ഓണാക്കുകയോ ഓഫാക്കുകയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു സ്വിച്ച് ബോർഡ് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം സ്വിച്ചൊക്കെ ഒന്ന് ഓഫ് ചെയ്യുക. അതിനുശേഷം ബേബി വൈപ്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൽ ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ അതിലെ അഴുക്കളൊക്കെ പോയി പെട്ടെന്ന് ഇത് ക്ലീൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും. അപ്പം ബേബി വൈപ്സ് വെച്ചിട്ട് സ്വിച്ച് ബോർഡൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. നല്ല ക്ലീനായിട്ടും നല്ല ഭംഗിയായിട്ടും നമ്മുടെ സ്വിച്ച് ബോർഡ് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് ലാപ്ടോപ്പ് എങ്ങനെയാണ് ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. നമ്മൾ എത്ര യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് ആണെങ്കിലും യൂസ് ചെയ്യുന്നില്ലാത്ത ലാപ്ടോപ്പ് ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പൊടിയൊക്കെ പിടിച്ച് അഴുക്കൊക്കെ പറ്റിയിരിക്കുന്നുണ്ടാവും. എപ്പോഴും യൂസ് ചെയ്യുന്നതാണെങ്കിലും അതിൽ പൊടികളുണ്ടാവും. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ബേബി വൈപ്സും എടുത്തിട്ടുണ്ട്, ഒരു പഴയ ബ്രഷും എടുത്തിട്ടുണ്ട്. അപ്പം പഴയ ബ്രഷ് വെച്ചിട്ട് കീബോർഡിനുള്ളിലൊക്കെ പൊടി ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക. അപ്പോൾ എവിടെയൊക്കെയാണ് പൊടി കയറിയിരിക്കുന്നത് അവിടെയൊക്കെ ഇങ്ങനെയൊന്ന് നമ്മൾ പൊടി തട്ടി കൊടുക്കുകയാണെങ്കിൽ ആ പൊടിയൊക്കെ ഒന്ന് വെളിയിലോട്ട് വരുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബേബി വൈപ്സ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുക്കാം. അപ്പോൾ ബേബി വൈപ്സ് വെച്ച് തുടയ്ക്കുമ്പോഴത്തേക്കും ആ ഒരു ചെറിയൊരു വെള്ളമയമൊക്കെ ഉണ്ടാവും.
എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഡ്രൈ ആയിട്ടുള്ളൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തുടച്ചു കൊടുത്താൽ മതിയാകും. ആ ഒരു വെറ്റ്നെസ്സൊക്കെ പോയി നല്ല ക്ലീനായിട്ട് നമ്മുടെ ലാപ്ടോപ്പ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ കീബോർഡിൻ്റെ ആ ഒരു പോർഷനൊക്കെ ക്ലീൻ ചെയ്തു, സ്ക്രീനും ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പോർഷനും കൂടെ ഇതേ രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. വൈപ്സ് വെച്ച് തുടച്ചതിന് ശേഷം ഡ്രൈ ആയിട്ടുള്ള മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് തുടയ്ക്കുമ്പോഴത്തേക്കും കണ്ടില്ലേ നല്ല ക്ലീൻ ആയിട്ട് നമ്മുടെ ലാപ്ടോപ്പ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്ത ടിപ്പ് വന്നിട്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഫ്രിഡ്ജിൽ എപ്പോഴും കാണുന്നതായിരിക്കും ഉണങ്ങിയൊരു നാരങ്ങ. അപ്പോൾ നാരങ്ങ ഇങ്ങനെ ഉണങ്ങിപ്പോ നമ്മൾ സൂക്ഷിച്ച് നാരങ്ങ ഫ്രിഡ്ജിൽ വെക്കും, കുറച്ച് ദിവസം ഇരിക്കുമ്പോഴത്തേക്കും ആ നാരങ്ങ ഉണങ്ങിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നാരങ്ങ ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നാരങ്ങയെല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ ഡ്രൈ ആയിട്ടുള്ളൊരു തുണിയിൽ തുടച്ചെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ന്യൂസ് പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഓരോ ന്യൂസ് പേപ്പറിലും ഓരോ നാരങ്ങ ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞെടുക്കുക. അപ്പം കുഞ്ഞു കുഞ്ഞ് ന്യൂസ് പേപ്പർ എടുത്താൽ മതിയാകും കേട്ടോ, കട്ട് ചെയ്ത്. അങ്ങനെ നമ്മൾ ഓരോ നാരങ്ങയും ഇങ്ങനെ ഒന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം ഇത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ നാരങ്ങ കേടാകാതിരിക്കും. അപ്പം ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് വളരെ യൂസ്ഫുൾ ആയൊരു ടിപ്പാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. ഇനിയിപ്പോൾ അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മൾ ജീൻസ് മടക്കാനായിരിക്കും അല്ലെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുക. കാരണം ഒരുപാട് സ്പേസ് നമുക്ക് വേണ്ടി വരും. അപ്പോൾ ജീൻസ് മടക്കുമ്പം അധികം സ്പേസ് ഇല്ലാതെ എളുപ്പത്തിൽ മടക്കാനായിട്ടുള്ളൊരു ടിപ്പാണിത്. അപ്പം ഞാനിത് പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാനിത് ചെയ്ത് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. രണ്ട് സൈഡും ഒരേപോലെ വെച്ചതിന് ശേഷം ഒരിത്തിരി അകത്തേക്ക് ആക്കിയിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒരു കാല് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെച്ചിട്ട് അത് വീണ്ടും ഒന്നുകൂടെ മടക്കുക. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരേപോലെ ആ ഒരു സൈഡ് ഒരേ ലെവലിൽ വരാനായിട്ട്. എന്നിട്ട് നമ്മൾ ഫസ്റ്റിൽ ഇപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു കാല് നമ്മൾ ഒന്നുകൂടെ മടക്കിയിട്ട് അതിൻ്റെ ബാക്കി വരുന്ന പോർഷൻ ഇങ്ങനെ ഉള്ളിലേക്കാക്കി കൊടുക്കണം. അപ്പോൾ ഇതൊരു ബോക്സ് പോലത്തെ നമുക്ക് മടക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ആ ചെയ്ത രീതി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ജീൻസൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നൂർന്നും പോകത്തില്ല, വൃത്തിയായിട്ട് മടക്കിയിരിക്കുകയും ചെയ്യും, കുറച്ച് സ്പേസ് നമുക്ക് മതിയാകുകയും ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ജീൻസൊക്കെ ഒന്ന് മടക്കി നോക്കണം കേട്ടോ. ഇനി അടുത്ത ടിപ്പ് നമ്മൾ സോക്സ് മടക്കുന്ന രീതിയാണ്. കുറേ പേർക്കൊക്കെ അറിയാവുന്നതായിരിക്കും, എന്നാൽ പോലും അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ പെയർ ആയിട്ടുള്ള സോക്സ് എടുക്കുക, എന്നിട്ട് രണ്ടും ഒരേ രീതിയിൽ നിങ്ങൾ വെക്കുക. നല്ല പോലെ നിവർത്തി നല്ല ഭംഗിയാക്കി നിങ്ങൾ ഒരേ ലെവലിൽ വെച്ചതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവരണം. രണ്ടും കൂടെ ആ രണ്ട് സോക്സും റോൾ ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ഫസ്റ്റ് കാണുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് ഉള്ളിലേക്കാക്കി ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കണം. അങ്ങനെ ആകുമ്പോഴത്തേക്കും കണ്ടില്ലേ ഒരു ബോക്സ് പോലെ ഒരു പൗച്ച് പോലെ നിങ്ങൾക്ക് ഇങ്ങനെയൊന്ന് മടക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പം എന്നിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല ഒതുങ്ങിയിരിക്കും. അപ്പോൾ നമ്മുടെ സോക്സ് എത്ര വേണമെങ്കിലും നമുക്കിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടും പറ്റും. അതുപോലെ ഒരു സോക്സ് കണ്ടില്ല എന്നും പറഞ്ഞ് തപ്പി നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ രണ്ട് സോക്സ് ഒന്നിച്ചിരിക്കുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് ഉപയോഗിക്കാനായിട്ടും വളരെ ഈസി ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇങ്ങനെ നിങ്ങളൊന്ന് സോക്സ് മടക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ക്ലീനിങ് ടിപ്സും ഓർഗനൈസേഷൻ ഐഡിയാസും ഒക്കെ. ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ടിപ്പ് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതും നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്